Hello students, വെക്ടേഴ്സിന്റെ ചാപ്റ്ററിൽ കർവ് സ്കെച്ചിങ് വരെ റിയ ടീച്ചർ പഠിപ്പിച്ചതാണ്. അതിന്റെ ബാക്കിയാണ്, ആ ചാപ്റ്ററിലെ ബാക്കിയുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ലിമിറ്റ്സ് എന്താന്ന് നോക്കാം. Let r of t equal to x of t into I plus y of t into j plus z of t into k be a vector function and L a vector. We say that r has a limit L as t approaches a, and we write limit t tends to a r of t equal to L. L പറഞ്ഞാൽ വേറൊരു വെക്ടറാണ്. For every epsilon greater than 0, there exists a corresponding number delta greater than 0 such that for all t 0 less than mod t minus a less than delta implies modulus value of r of t minus L less than epsilon. നമ്മുടെ ലിമിറ്റിന്റെ എപ്സിലൺ ഡെൽറ്റ ഡെഫിനേഷൻ തന്നെ എഫ് ഓഫ് എക്സിന് പകരം ആർ ഓഫ് ടിയും എൽ ഇവിടെ ഒരു വെക്ടറും ആണെന്ന്, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും കിട്ടുന്ന വാല്യൂ ഒരു വെക്ടർ ആണെന്ന് മാത്രം. അതായത് ടിയും എയും തമ്മിലുള്ള ടി അപ്രോച്ചസ് എ ആകുമ്പോൾ, ടി ടെൻസ് ടു എ എന്ന് പറയുമ്പോൾ ടി അപ്രോച്ചസ് എ ആകുമ്പോൾ ആർ ഓഫ് ടി എല്ലിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ആർ ഓഫ് ടിയുടെ വാല്യൂ എല്ലായി മാറുന്നു. അതാണ് ആ ലിമിറ്റ് എന്നുള്ള ആശയം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണല്ലോ, സെയിം തന്നെ കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നമുക്കത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പ്രോപ്പർട്ടീസും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് നോട്ടിലേക്ക് എഴുതി വെക്കാം, വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് if L equal to L1 I plus L2 J plus L3 K and if R of t equal to X of t into I plus Y of t into J plus Z of t into K, then limit t tends to a R of t equal to L precisely when ഈ ലിമിറ്റ് എൽ ആണ് എന്ന് പറയണമെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ് ഓഫ് ടി L1ലേക്ക് പോകണം, വൈ ഓഫ് ടി L2ലേക്ക് പോകണം, ആൻഡ് സെഡ് ഓഫ് ടി L3ലേക്ക് പോകണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ലിമിറ്റിൻ്റെ കേസിൽ. അപ്പം അങ്ങനെയും പറയാം. അടുത്തതൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇഫ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ, ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി. ഓരോ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനും ഐയുടെ കോഎഫിഷ്യൻറ്റിനും ജെയുടെ കോഎഫിഷ്യൻറ്റിനും കെയുടെ കോഎഫിഷ്യൻറ്റിനും ഓരോന്നിനും ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് ആ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഐ എന്ന് കിട്ടും. ഇവിടെ ഇത് 1 ആയി മാറും, ഇത് 0 ആയി പോവും, ഇത് 0 ആയി പോവും അല്ലേ. പിന്നെ ബാക്കി ഐ മാത്രമാണ്, 1 ഇൻറ്റു ഐ തന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെ ലിമിറ്റ് ടി ടെൻസ് ടു π/4 ആർ ഓഫ് ടി. ഇതാ ഇങ്ങനെയാണ് വരിക. ഇവിടെ കോസ് ടിയുടെ വാല്യൂ √2/2 അല്ലെങ്കിൽ 1/√2 എഴുതിയാൽ മതി. നമുക്ക് 1/√2 എന്ന് എഴുതാനല്ലേ അറിയാം, അത് എഴുതിയാൽ മതി കേട്ടോ, അങ്ങനെ എഴുതണമെന്നില്ല. ഇവിടെ അതെ 1/√2j, ഇവിടെ നമുക്ക് π/4 k കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിലെ ഓരോ കമ്പോണൻറ്റ് ഫംഗ്ഷൻ്റെയും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. അതായത് ഐയുടെ കോഎഫിഷ്യൻ്റ്, ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ, കെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് പോയാൽ മതി. അടുത്തത് കുറച്ച് പ്രോപ്പർട്ടീസാണ്. If limit t tends to a r1 of t equal to L1 and limit t tends to a r2 of t equal to L2, then constant multiple rule ആണ്, കോൺസ്റ്റന്റിന് ഔട്ട്സൈഡ് എടുക്കാം എന്നുള്ളത്. കോൺസ്റ്റന്റിന് ഔട്ട്സൈഡ് എടുത്ത് L1 ചെയ്താൽ മതി. പിന്നെ സം റൂള് L1 പ്ലസ് L2 ആയിരിക്കും. പ്രൊഡക്റ്റ് റൂള് L1 ഇൻറ്റു L2 ആയിരിക്കും എന്നുള്ളതൊക്കെ. അതൊക്കെ ജസ്റ്റ് നോട്ടേക്ക് എഴുതി വെച്ചാൽ മതി, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അടുത്തത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ലിമിറ്റ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ, മറ്റേതിൻ്റെ പോലെ തന്നെ സെയിം ട്ടോ. നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സിൻ്റെ കണ്ടിന്യൂറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ടി ഈക്വൽ ടു എ ഇൻ ഇറ്റ്സ് ഡൊമൈൻ ഇഫ് ആർ ഓഫ് എ ഈസ് ഡിഫൈൻഡ്. ആർ ഓഫ് എയുടെ വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടിയുടെ വാല്യൂ ആർ ഓഫ് എക്ക് ഈക്വൽ ആവണം. നമ്മൾ പറയാറുള്ളത് തന്നെയാണ്. ഈ ലാസ്റ്റ് കണ്ടീഷൻ മാത്രമേ ഇപ്പോഴും നമ്മൾ പറയുള്ളൂ, ഇത് ഡിഫൈൻഡ് ആവണം, ഇത് എക്സിസ്റ്റ് ആവണം, എന്നാൽ മാത്രമേ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ലാസ്റ്റ് കണ്ടീഷൻ മാത്രമേ നമ്മൾ പറയാറുള്ളൂ, അത് മാത്രം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടിയുടെ വാല്യൂ ആർ ഓഫ് എക്ക് ഈക്വൽ ആണെങ്കിൽ ദ ഗിവൺ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എ എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെ ആ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ഡൊമൈൻ എന്ന് പറയാൻ പറ്റും. അതാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. ഇനി അടുത്തത് കമ്പോണൻറ്റ് ടെസ്റ്റ് ഫോർ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. അതെന്താണെന്ന് നോക്കാം. കണ്ടിന്യൂറ്റി, കമ്പോണൻസിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഐയുടെ ജെയുടെ കെയുടെ കമ്പോണൻസിൻ്റെ ലിമിറ്റ് കണ്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ.
അതുപോലെ ഈ ആർ ഓഫ് ടി എന്ന് പറയുന്ന എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് സെഡ് ഓഫ് ടി ഇൻറ്റു കെ എന്ന് പറയുന്ന വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ടി ഈക്വൽ ടു എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അതിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ്, അതായത് എക്സ് ഓഫ് ടിയുടെയും വൈ ഓഫ് ടിയുടെയും സെഡ് ഓഫ് ടിയുടെയും കണ്ടിന്യൂറ്റി ടി ഈക്വൽ ടു എയിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതിയാവും എന്നാണ് ഡെഫിനേഷൻ പറയുന്നത്. അത് നോട്ടിലേക്ക് എഴുതുക. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. The vector valued function r of t equal to cos t into i plus sin t into j plus tk is continuous on its natural domain. കാരണം എന്താണ്, ഇവിടെ നമുക്ക് കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് നോക്കിയാൽ മതി. കോസ് ടിയും സൈൻ ടിയും ടിയും ഒക്കെ ഓൾവേസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ ഹോൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അടുത്തത് ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി ഇൻറ്റു ജെ പ്ലസ് ഇത് ഇൻറ്റീജർ ഫ്ലോർ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഫ്ലോർ ഫംഗ്ഷൻ അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. ദിസ് ദ ഫ്ലോർ ഫംഗ്ഷൻ ദ ഫംഗ്ഷൻ ഹൂസ് വാല്യൂ അറ്റ് എനി നമ്പർ എക്സ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ് കോൾഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓർ ദ ഇൻറ്റീജർ ഫ്ലോർ ഫംഗ്ഷൻ. അതായത് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ. ഇപ്പോൾ 2.9 ആണെങ്കിൽ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻറ്റീജർ 2 ആണ്. അതായത് അതിന് തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജർ 1.2ൽ 1 ആണ്, 0യുടെ 0 ആണ്. -3.2ൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജർ എന്ന് പറയുന്നത് -4 ആണ് അല്ലേ. തൊട്ട് താഴെ വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. 3യുടെ 3 ആണ്, 0.3യുടെ 0 ആണ്, -0.2ൻ്റെ -1 ആണ് തൊട്ട് താഴെ വരുന്നത്. അപ്പോൾ മൈനസ് വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ക്വാണ്ടിറ്റി വലുതാവല്ലേ ശരിക്കും ചെയ്യുന്നത്. -4 ആണ് ഇതിന് വരിക. തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വലുതാവും തോറുമല്ലേ ചെറുതായി പോണത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ കോസ് ടി എപ്പോഴും കണ്ടിന്യൂസ് ആണ്, സൈൻ ടി എപ്പോഴും കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈ ഇൻറ്റീജർ ഫ്ലോർ ഫംഗ്ഷൻ അത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരെണ്ണം ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയേണ്ടി വരും. എല്ലാ കമ്പോണൻസും കണ്ടിന്യൂസ് ആയാലേ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. ഒരെണ്ണം പോലും ആവില്ല എങ്കിൽ മൊത്തത്തിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആവും. അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയേണ്ടി വരും. അത് 2 എക്സാമ്പിൾസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇതുപോലെ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഇൻറ്റീജർ ഫ്ലോർ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചോളൂ. പിന്നീടും നമുക്ക് ഈ ഇൻറ്റീജർ ഫ്ലോർ ഫംഗ്ഷനെ ആവശ്യം വരാറുണ്ട് പല കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഇൻറ്റർവെൽസ് ഓൺ വിച്ച് ദ വെക്ടർ ഫംഗ്ഷൻ ആർ ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ടി ഇൻറ്റു ഐ പ്ലസ് 1/t² - 1 ഇൻറ്റു ജെ പ്ലസ് ln t ഇൻറ്റു കെ. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഇത് ഡിഫൈൻഡ് ആകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് എവിടെയൊക്കെയാണ് ഇത് കണ്ടിന്യൂസ് ആകുന്നത് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ടി ആണ്, വൈ ഓഫ് ടി ഈക്വൽ ടു 1/t² - 1 ആണ്, സെഡ് ഓഫ് ടി ഈക്വൽ ടു ln t ആണ്. അപ്പോൾ എക്സ് ഓഫ് ടി കണ്ടിന്യൂസ് ആകുന്നത് നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് ടി ആണ്. റൂട്ട് ഫംഗ്ഷൻ എപ്പോഴേ എക്സിസ്റ്റൻസ് ഉള്ളൂ, പോസിറ്റീവ് വാല്യൂവിന് മാത്രമാണല്ലേ റൂട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ൽ മാത്രമേ ഈ എക്സ് ഓഫ് ടി കണ്ടിന്യൂസ് ആവുള്ളൂ. അതായത് 0യും അവിടെ നിന്ന് അങ്ങോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സും മാത്രം എടുത്താലാണ് എക്സ് ഓഫ് ടി കണ്ടിന്യൂസ് ആവുള്ളൂ. ഇനി വൈ ഓഫ് ടിയുടെ കാര്യം നമുക്ക് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് നോക്കേണ്ടി വരും. അതായത് t² - 1 ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആവും അല്ലേ. അത് നമ്മൾ നോക്കാറുള്ളതല്ലേ അങ്ങനെ തന്നെ. അതായത് t ഈസ് ഈക്വൽ ടു +or-1ൽ അത് ഡിസ്കണ്ടിന്യൂസ് ആവും. t ഈസ് ഈക്വൽ ടു +or-1ൽ ഡിസ്കണ്ടിന്യൂസ് ആവും. ബാക്കി എല്ലാ പോയിന്റ്സിലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ സെഡ് ഓഫ് ടി ln t എടുത്തിട്ടുണ്ടെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻ എപ്പോൾ മാത്രം ഡിഫൈൻഡ് ആവുള്ളൂ, കണ്ടിന്യൂസ് ആവുള്ളൂ. പോസിറ്റീവ് വാല്യൂസിന് മാത്രം ഗ്രേറ്റർ ദാൻ 0ൽ മാത്രം കണ്ടിന്യൂസ് ആവുള്ളൂ. അങ്ങനെ 3 കൂടി ക്ലബ് ചെയ്തിനി നോക്കണം. ആദ്യത്തേന് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ കിട്ടും കണ്ടിന്യൂറ്റി. രണ്ടാമത്തേന് +or-1 എന്നുള്ള പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും കിട്ടും. മൂന്നാമത്തേന് t ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് വാല്യൂസിൽ മാത്രമേ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. 3 കൂടി ക്ലബ് ചെയ്തെടുക്കാവുന്ന, 3 കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാല്യൂ മുതൽ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ഇട്ടാൽ മതി, ക്ലോസ്ഡ് ഇടണ്ട. 0 ഇല്ലല്ലോ, ഈ ലാസ്റ്റ് 1ന് 0 പറ്റില്ല. അപ്പോൾ 0ൻ്റെ അവിടെ ഓപ്പൺ ഇൻ്റർവെൽ ഇടുക. അതായത് 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാല്യൂ ആണോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ് ടു 1 വരെ എല്ലാം 3ഉം കണ്ടിന്യൂസ് ആയിരിക്കും. ഇൻക്ലൂഡിങ് 1 ഇല്ല കേട്ടോ, ഇവിടെ ക്ലോസ്ഡ് ഇടരുത്, ഇവിടെ ഓപ്പൺ ഇടണം. 1 എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ല അതിനകത്ത്. 1ന് തൊട്ട് മുമ്പുള്ള വാല്യൂ വരെ, 0 കഴിഞ്ഞിട്ടുള്ള വാല്യൂ മുതൽ 1ന് തൊട്ട് മുമ്പുള്ള വാല്യൂ വരെ 3 പേർക്കും അറ്റ് എ ടൈം കണ്ടിന്യൂറ്റി കിട്ടും. പിന്നെ 1 കഴിഞ്ഞ് തൊട്ടടുത്ത പോയിന്റ് മുതൽ
അപ് ടു ഇൻഫിനിറ്റി വരെ ബാക്കി എല്ലാ പോയിന്റ്സിലും 1 മുതൽ അവിടെ ഞങ്ങളുടെ 1 മുതൽ എന്ന് പറഞ്ഞാൽ 1-ലില്ല 1 കഴിഞ്ഞിട്ടുള്ള വാല്യൂ മുതൽ അവിടെ ഞങ്ങളുടെ എല്ലാ പോസിറ്റീവ് വാല്യൂസിലും 3 പേർക്കും 3 കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനും കണ്ടിന്യൂറ്റി കിട്ടും. അപ്പോൾ ടോട്ടൽ ഈ 2 ഇൻ്റർവെല്ലിൽ ഇങ്ങനെ 2 ഓപ്പൺ ഇൻ്റർവെൽസ് എടുത്താൽ മതി ആണ് 3 പേരും കണ്ടിന്യൂസ് ആവുന്നത്. അങ്ങനെ അവിടെ 6 കണ്ടിന്യൂസ് ആയിരിക്കും. 3 കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആവുമ്പോഴാണ് അവിടെ 6 കണ്ടിന്യൂസ് ആവുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്, ചെയ്ത് നോക്കുക. ഓക്കെ.